ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ അടുക്കളയിൽ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് വർക്ക് ഏരിയയിൽ നിന്നിട്ട് നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ടു. കുറേ നാളുകളായി ഞങ്ങളുടെ വീട്ടിൽ കായക്കൊല ഉണ്ടാകുന്നതും ഒക്കെ. കായക്കൊല ഉണ്ടാവലും ചീഞ്ഞു പോലൊക്കെ എപ്പോഴും വാഴ ഒടിഞ്ഞു കുത്തി വീഴും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. തൂക്ക് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും വാഴയ്ക്ക്. അപ്പോൾ കായക്കൊല ഉണ്ടായിരിക്കുന്നു. അപ്പം ഇരുമ്പാമ്പുളിയും ഇതൊക്കെ ഉണ്ടായപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വർക്ക് ഏരിയയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സംഭവം ഭയങ്കര സന്തോഷമായി എനിക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം കാണാനായിട്ട് പോവാം. സംഭവം കാണാനായിട്ട് അങ്ങോട്ട് പോകണം. ഭയങ്കര ചപ്പഞ്ചവറൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് എത്താം. നന്നായിട്ട് ചപ്പച്ചവറുണ്ട്. സൂക്ഷിച്ചും കണ്ട് നടക്കണം, നാളെ ശരിയാവുള്ളൂ. ഇവിടെ എത്തി ഞാൻ. ഇതാണ് കായ്ക്കുല. കായ്ക്കുലയാണ്. കായ്ക്കുല ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ തങ്ങോട്ട് വെട്ടിക്കളഞ്ഞ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊലയങ്ങ് കിട്ടും. നമ്മുടെ കായക്കൊലയും അവരുടെ പറമ്പാണ്. പറമ്പ് എല്ലാം അവരവിടേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക. ആൾ വരാൻ പറഞ്ഞിട്ട് വന്നിട്ട് വെട്ടിക്കളഞ്ഞ പിന്നെ കാര്യം കഴിയും. അങ്ങനെയാണ് കാര്യം. മഴ പെയ്തപ്പോൾ പ്രകൃതി എന്താ ഭയങ്കര. ആരോ പഠിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പഠിക്കുകയാണ്. അത് വീണ്ടും തിരിച്ചു പോവാം. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ മഴ പെയ്യുന്നപ്പോൾ ഇങ്ങോട്ട് വരാൻ ചേട്ടൻ സമ്മതിക്കാറില്ല. ഞാൻ ചേട്ടനില്ലാത്ത സമയത്ത് വരാൻ പാടില്ലേ പറയും. ഞാൻ അങ്ങനെ വരാറില്ല. എല്ലാവർക്കും ഒരു പേടിയാണല്ലോ. പാമ്പിനെയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയല്ലേ. എനിക്ക് ഭയങ്കര പേടിയാണ്, നല്ല പേടിയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ കായ്ക്കൊലയുണ്ടായി. കണ്ടോ കിളികളുടെ കളക്കളാരവം. നാളെ പറ്റുകയാണെങ്കിൽ ചക്കയിടണം. രണ്ടെണ്ണം. ചേട്ടനാണെങ്കിൽ ഒഴിവില്ലല്ലോ. എന്നാൽ ചേട്ടൻ പാലക്കാട് പോയിക്കാണ്. കേട്ടോ, സൂര്യൻ ഉദിച്ച് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ട്. ഞാനിങ്ങനെ ഇവിടേക്ക് അതൊക്കെ നടന്നൊന്നും കാണുമായിരുന്നു. ഇപ്പോൾ ഏട്ടൻ്റെ ഇത്തിരി നേരത്തെ പോയതുകൊണ്ട് കുറച്ച് സമയം കിട്ടി. രാവിലെ ഒന്ന് സുന്ദരിക്ക് ഞാൻ ബിസ്ക്കറ്റ്സ് കൊടുത്തിട്ട് അവൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അവൾ അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നാൾ പറഞ്ഞ ഒരു പടം കണ്ടു, ചിന്ന ചിന്നാസി എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് നമ്മളെല്ലാ സ്ത്രീകളിലും ഉണ്ടല്ലോ. നമ്മൾക്കൊരു എത്രയായാലും നമ്മൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാവരും ഉണ്ടാവും. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ഭർത്താവ്, മക്കൾ എല്ലാവരും ഉണ്ടാവും.
അത് അത് മരണം വരെ എല്ലാവരും നമുക്കൊപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണ് നമ്മൾ ലൈഫ്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലൈഫ്, അതാണ് നമ്മുടെ ലോകം, അതാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മളതിന് വേണ്ടി ജീവിക്കുകയാണ്, നമുക്ക് അവർക്ക് വേണ്ടി ജീവിക്കാം. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് പുറത്തു പോകാനോ നമുക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടി എവിടെയെങ്കിലും പോകാനോ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ ചേട്ടൻ വരുമ്പോഴേക്ക് എത്തണം, അല്ലെങ്കിൽ ചേട്ടൻ പറയും നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ പുറത്ത് പോകുമ്പോൾ പോയിക്കോളൂ, ആ പ്രശ്നമല്ല. പക്ഷേ നമുക്കൊരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരണം. നമുക്കത് പിന്നെ നമ്മളൊക്കെ ഒരുപാട് ദൂരത്തേക്കൊന്ന് പോകാൻ പറ്റും. നമുക്ക് ടൂർ എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്, പുറത്തൊക്കെ പുറത്ത് പോകണം, എവിടേക്കെങ്കിലും പോകണം, എനിക്ക് ലോകം കാണണം, ഒന്ന് സഞ്ചരിക്കണം, ഒന്ന് ചിരിക്കണം, ഒന്ന് ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊന്ന് സന്തോഷിക്കണം. അതൊക്കെ സത്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് തന്നെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം അറിയാമെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോൾ നമുക്കറിയാം ഹസ്ബൻഡാണ് വർക്ക് ചെയ്യുന്നതും കാര്യങ്ങളും ഇതൊക്കെയാണ്, നമ്മളുടെ കയ്യിൽ സാമ്പത്തികമില്ല, അതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും ആദ്യം നമ്മൾ സ്വയം വരുമാനമാർഗം കണ്ടെത്തണം എന്നുള്ളതാണ്. നമുക്കൊരു ജോലി വേണം എന്നുള്ളതാണ് എല്ലാവർക്കും. പക്ഷേ ഒരുപാട് വൈകിപ്പോയി. ഇപ്പോൾ നമുക്കൊരു അങ്ങനൊരു കാഴ്ചപ്പാട് നമ്മളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഒത്തിരി വൈകിപ്പോയി. നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല, നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായി കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി, അതിൽ നിന്ന് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇതാവില്ല. നമ്മളെന്താണോ നമുക്കൊരു ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല. ഒക്കെ എവിടെ പോവാം, നമുക്ക് വരാം, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളവണൊക്കെ ജീവിക്കാം, അത് നമ്മുടേതായ ഒരു കാര്യങ്ങൾ വാങ്ങിക്കാം. ഇപ്പോൾ ഇന്നാൾ ഞാൻ പറയാൻ ഇന്നാളൊരു ഞാൻ സാരി എടുക്കാൻ പോയപ്പോൾ എനിക്ക് ഒരുപാട് സാരികൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും പൈസ ഹസ്ബൻഡിൻ്റെ പൈസയല്ലേ എന്ന് വിചാരിച്ച് നമ്മളതങ്ങ് കുറച്ചൊക്കെ അങ്ങ് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത്, എനിക്ക് സന്തോഷമാണ് ഹസ്ബൻഡ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നമ്മളെടുക്കുമ്പോഴും എല്ലാത്തിനും നമുക്കൊരു ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് നേടാൻ സാധിക്കില്ല. ഇഷ്ടപ്പെട്ടതെന്നും നമുക്കൊരു ഇഷ്ടപ്പെട്ടോണം നമുക്ക് ജീവിക്കാനായിട്ട് എല്ലാത്തിനും ഒരു ഇതുണ്ടാവും. നമ്മുടെ സന്തോഷങ്ങൾ എവിടേക്കോ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാനോ അല്ല ഇപ്പോൾ എവിടെ പോകുമ്പോഴും ഹസ്ബൻഡിൻ്റെ നീ ഈ സാരിയാണ് കൊടുക്കുന്നത്, ഇത് എടുക്കണ്ട, നീ ഈ ഡ്രസ്സ് അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മളൊന്നും അല്ലാതെയായി പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്കതൊക്കെ നിസ്സാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും അല്ലല്ലോ. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭർത്താവുണ്ട്, നമ്മുടെ മക്കൾ, അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ കുഴപ്പം. അതല്ലാത്ത ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് എത്രയോ ബുദ്ധിമുട്ടുകളുണ്ടാവും. അവരെത്രമാത്രം എൻ്റെ അമ്മയൊക്കെ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നറിയോ. എന്നിട്ട് ലാസ്റ്റ് അമ്മയ്ക്ക് ഞങ്ങളോട് ഈ ദേഷ്യം മൊത്തം തീർക്കുക ഞങ്ങളുടെ മേലാണ്. അമ്മയ്ക്ക് ഒന്നിനും പറ്റാത്ത, അമ്മയ്ക്ക് എവിടെ പോകാനും വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനും ഒന്നും ഇപ്പം അമ്മയ്ക്ക് തീരെ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. അമ്മ ഒതുങ്ങി പോയി. അമ്മ അസുഖമായി, പ്രായമായി, എല്ലാം ഒതുങ്ങിപ്പോയി. അച്ഛന് വേണ്ടി മാത്രം അമ്മ ത്യാഗം. പക്ഷേ അതെത്രയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടങ്ങൾ പലതും ഞങ്ങൾ സാധിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഒട്ടുമില്ലാതെ, അമ്മ സത്യം പറഞ്ഞ ഒരു പ്രാന്തത്തിയുടെ പോലെ പ്രാന്ത സ്വഭാവങ്ങൾ കാണിക്കും. നമ്മളോട് ദേഷ്യം, എല്ലാ ദേഷ്യവും നമ്മളെടുത്ത് മാത്രമേ അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഹെർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യാറ്. യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടായാലോ എനിക്കത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പോലും നമുക്ക്, അതായത് എല്ലാത്തിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് ദൂരെയായിപ്പോയി. എല്ലാത്തിൽ നിന്നും നമുക്ക് ഒരുപാട് അകലെയായിപ്പോയി എന്നുള്ള ഒരു തോന്നലുണ്ട് എനിക്കിപ്പോൾ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എവിടെയോ എന്തെങ്കിലും മിസ്സാക്കി കളഞ്ഞു എന്നുള്ളൊരു ഫീലിങ്സ് എനിക്കിപ്പോഴും ഉണ്ട്. ഒക്കെ ശരിയാക്കിയെടുക്കണം, ഒട്ടും വൈകിയിട്ടില്ല എന്ന് മനസ്സിലും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അജിന്തി പ്രസാദ് ഫാമിലി സൈനിങ് ഓഫ്. ബൈ ബൈ.